ഇരുവേരിക്കാവ് നമസ്കാരം. ഞങ്ങളിവിടെ മാമ്പ വിളയറോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. സോ ഇവിടെ ഗണേശോത്സവം പ്രമാണിച്ച് ഗണേശൻ്റെ പ്രതിമ നിമജ്ജനം ചെയ്യുകയും അതുപോലെ തന്നെ വിശേഷ പൂജ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നദാനം നടക്കും. നമസ്കാരം. എല്ലാ മാസവും തിരുവോണ നാളിലും എല്ലാ ഇംഗ്ലീഷ് ഡേറ്റ് 9-ാം തീയതിയും ഇവിടെ അന്നദാനമുണ്ട്. ഇവിടുത്തെ ഇവിടുത്തെ കുളത്തിലെ ആമ്പലുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. കുറേ ഉണ്ടല്ലോ മഞ്ചാടി. ഇത് കൊള്ളാലോ. മഹാവിഷ്ണു വിവരിച്ച പ്രാവശ്യം തന്നെ ഒരുപാട് നിങ്ങള് വാട്സപ്പ് ഉണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യാം, പ്രസാദ് ഈ കുട്ടി കൊടുക്കാം. ആ പോകുന്ന കത്ത് കേട്ടോ. ഇത് നാട്ടുകത്തല്ലേ? നമ്മള് അതിനുള്ളിൽ ബക്കറ്റ് എടുക്കണ്ടല്ലോ. ആ ശരിയാണല്ലോ, പൊക്കി എടുക്കണോ? വീഡിയോ കുറേ
അയ്യപ്പന്മാർ മലക്ക് പോകുമ്പോൾ ഉള്ള അതില്ലേ കറുപ്പും, അതിന് സ്വാമി തുമ്പി എന്ന മലയാളത്തിൽ പറയാം. എല്ലാം കാണാണ്ട് അത് ഇപ്പൊ എന്താ വെച്ചാലേ റിഫ്ലക്ഷനാ. ഇവിടെ കുറേ കുളമുണ്ട്. ചക്രക്കല്ല് ജനമൈത്രി പോലീസ് നിർദ്ദേശം. നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നരിക്കോട് ശ്രീ പോതിക്കോട്ടം ക്ഷേത്രം. പല ആൾക്കാർക്കും ഓൾറെഡി അറിയായിരിക്കും. ഇപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് അറിയാം. കാരണം നമ്മൾ സ്ഥിരമായി വരുന്നൊരു കുളമാണ് ബ്രോക്ക്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളം. പക്ഷേ അടിയിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും കാണാം. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അശ്വിനും ഇവിടുത്തെ ഈ നാട്ടിലൊരു ചെറിയ കുട്ടിയോ എനിക്ക് തോന്നുന്നു ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവരെ കൂടി വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് എടുത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അതുകൊണ്ട് ഇത് വീഡിയോ ഇറങ്ങിയതിന് ശേഷം വരുന്നവരും ഇതിന് മുന്നേ ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ വരുന്ന കുളിക്കുകയാണെങ്കിൽ ദയവ് ഇതിനകത്തോ ഈ സുന്ദരമായ പ്രകൃതിയിലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളാതിരിക്കുക. അടുത്തൊരു കാര്യം, ഇത് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഈ കരിങ്കൽ കുളം തന്നെയായിരുന്നു. ഇത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കുളമല്ല, പക്ഷേ ക്ഷേത്രത്തിനോട് വളരെ അടുത്ത് എത്തുന്ന ക്ഷേത്ര സമയങ്ങളിൽ, അതായത് 5:30-ക്ക് ശേഷം ഒന്നും. ഒരു മിനിറ്റ്. അതെ, നരിക്കോട് പോതിക്കോട് ക്ഷേത്രക്കുളത്തിൽ കുളിക്കുവാനുള്ള സമയം രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:30 വരെയും. അതുകൊണ്ട് വരുന്നവർ ഈ സമയത്തിൽ മാത്രം വന്ന് കുളിക്കാൻ ശ്രമിക്കുക. വരുന്നവർ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പം നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ വാരാൻ പറ്റുന്ന കുറേ വാരിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുപോയിട്ടത് ഇവിടെ കളയാനല്ല, നമ്മൾ നാളെയും വരും. പ്ലാസ്റ്റിക് ഡസ്റ്റ് ബിന്നിൽ ഇതൊക്കെ കളക്ട് ചെയ്യും. ഇവിടുത്തെ ഒരു ചേട്ടനെ കണ്ട് ഹരിതകർമ്മ സേനേനെ ചേച്ചിമാർ ഇത് കളക്ട് ചെയ്യുമെന്ന് വാക്കും നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2021 ലോക്ക്ഡൗണിൻ്റെ സമയത്താണെന്ന് തോന്നുന്നത്. നമ്മൾ ഇതിൻ്റെ അടിയിൽ ഗോപ്രോ, എൻ്റെ സുഹൃത്തായ ആകാശും ചിക്കുവും എല്ലാം നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കൂട്ടുകാരുണ്ട്. ആകാശ്, ചിക്കു, റിജു ഒക്കെ നമ്മൾ സ്ഥിരമായ ഇതിൻ്റെ അടിയിൽ പോകാറുമുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം അതിൽ പ്ലാസ്റ്റിക് തിളങ്ങുന്നത്. കാണിക്കാൻ പറ്റുമോ? പ്ലാസ്റ്റിക് തിളങ്ങുന്നുണ്ടോ? അതൊക്കെ നമ്മൾ പൊക്കും. ഇപ്പം കാണാൻ പറ്റുന്ന എല്ലാ പ്ലാസ്റ്റിക്കും നമ്മൾ എന്തായാലും പൊക്കും ഇൻഷാ അല്ലാ. ഞാൻ മുസ്ലിം അല്ല, ഞാൻ ഹിന്ദു അല്ല, ഞാൻ മനുഷ്യനുമാണ്. എന്താ മനുഷ്യനാണ്, മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഇതിലെ മത്സ്യസമ്പത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരണ്ട. ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ മത്സ്യസമ്പത്ത് അറിയാം. പക്ഷേ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ കണ്ട ഒരു വേദനാജനകമായ കാര്യം എന്ന് വെച്ചാൽ, ഇതിന് മുന്നേ ഇവിടെ ഒരുപാട് സസ്യങ്ങളുണ്ടായിരുന്നു, ആമ്പലുകളുണ്ടായിരുന്നു. എൻ്റെ അറിവിൽ ആമ്പൽ കാലിൽ കുടുങ്ങിയിട്ടും ഇവിടുത്തെ കുളത്തിൻ്റെ ഈ ചമ്മി എന്ന് പറയപ്പെടുന്ന സാധനത്തിൽ കുടുങ്ങിയിട്ടൊന്നും ഒരു മരണവും സംഭവിച്ചിട്ടില്ല. എൻ്റെ ആമ്പൽ കാലിൽ കുടുങ്ങിയിട്ട് ലോകത്ത് തന്നെ ഒരു മരണവും സംഭവിച്ചില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ റിലീസാക്കിയ ഒരു വീഡിയോ ഉണ്ട്, വസുദൈവ കുടുംബവും. സഹവർത്തിത്തോടെ
മനുഷ്യരെ കൂടെ ജീവിക്കുന്ന ജീവജാലങ്ങളെ. ഇപ്പം ഈ കുളത്തിൽ മനുഷ്യന്മാർ നമ്മളെല്ലാം കുളിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് മുഷു അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ എന്താ മുഴി. ഇപ്പം പൊന്നാനി ഭാഷയിൽ മുഴി എന്ന് പറയുന്ന മീന്, പിന്നെ കുറേ പരൽമീനുകൾ, കൈച്ചില്, വരാൽ എന്ന് പറഞ്ഞ കൈച്ചില്, പിന്നെ ആമകളെല്ലാം നമുക്ക് കാണാം ഇവിടെ തന്നെ. ഞാൻ വീഡിയോയിൽ വീഡിയോ ഷെയർ ചെയ്യാം. ഇതൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിലുള്ള അത്ര മത്സ്യസമ്പത്ത് ഇവിടെ ഇല്ല. കൂടുതൽ ഇവിടെ കാണുന്ന വലിയ മീനുകൾ വളർത്തു മീനുകളാണ്. അതായത് തിലാപ്പിയ പോലത്തെ വളർത്തു മീനുകൾ ഇപ്പം ഭയങ്കര സുലഭമായിട്ട് കാണും. മറിച്ച് ഇവിടുത്തെ തനതായ മത്സ്യസമ്പത്ത് പലതും ഇവിടെ കാണുന്നില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാണുന്നത് നിങ്ങൾ നോക്കാം, ഈ കുളം നോക്കിയാൽ അറിയാം. ഇങ്ങുവാ, ഈ കുളം നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഒരു പച്ചപ്പുല്ല് വരെ ഇതിൻ്റെ അടിയിലില്ല. വെള്ളത്തിൻ്റെ അടിയിലുള്ള ജലസസ്യങ്ങൾ ഒന്നുമില്ല. ആമ്പൽ പോയിട്ട് ഇവിടുത്തെ ആരാ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. അവർ പറയുന്നു ഇവിടെ CCTV ഉണ്ട്, മീനിനൊന്നും ആരും പിടിക്കൂല എന്ന്. പണ്ട് ആമ്പൽ ഉണ്ടാകുമ്പോൾ എല്ലാ മീനുകൾക്കും ഓരോ ആവാസ വ്യവസ്ഥയുണ്ട്. ചില മീനുകൾ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നതായിരിക്കും, ചിലത് മിഡിലായിരിക്കും, ചിലത് അടിത്തട്ടിൽ നിന്നതായിരിക്കും, ചിലത് ഒളിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ ചിലത് പാറകൾക്കിടയിൽ മുട്ടയിടും, ചിലത് മണലിൽ കുഴി കുഴിച്ച് മുട്ടയിടും, ചിലത് ചെടികളിലാണ് മുട്ടയിടുന്നത്. ചെടികളിൽ മുട്ടയിടുന്ന ഒരു സസ്യങ്ങളും ഒരു മത്സ്യങ്ങളും ഇനി ഇവിടെ വന്ന് മുട്ടയിടില്ല. അവരെല്ലാം ഇവിടുന്ന് പുറത്തു പോകും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഇതാ സിന്ദൂര തുമ്പിനെ കാണാം. ഒരുപാട് തുമ്പികളുണ്ട്. തുമ്പികളെല്ലാം ഇനിയും ഉണ്ടാവും. സ്വാമി തുമ്പിനെ കാണാൻ പറ്റി. ഒരുപാട് തുമ്പികളും മത്സ്യ പക്ഷികളും ഇതാ ഈ ലൈനിൽ നോക്കിയാൽ ഒരുപാട് പ്രാവുകളെ കാണാം. അരിപ്രാവ് ഉൾപ്പെടെയുള്ള പ്രാവുകൾ. പക്ഷേ മുന്നേ ഉണ്ടായ പല സസ്യങ്ങളും ഈ ഏരിയയിലൊന്നും നിങ്ങൾക്ക് നോക്കാൻ അറിയാം. ഒരു ഗ്ലാസ് അക്കീരം പോലെയായി. അവിടുത്തെ മീനുകൾ വലിയ തിലാപ്പികളെ കാണാം ഒരുപാട്. പക്ഷെ മുൻപുണ്ടായ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനായും എല്ലാവരെയും ഷെയർ ചെയ്യാൻ പോകുന്നൊരു വസുദേവ കുടുംബം എന്നൊരു വീഡിയോ ഉണ്ട്. നമ്മൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മളെ കൂട്ടുകാരൊക്കെ കൂടി ചെയ്ത് ഇതിൻ്റെ അടിയിൽ പോയിട്ട് വീഡിയോ എടുത്ത വീഡിയോസ്. അപ്പം ആ ഒരു കാര്യം പറയാനാണ്. അപ്പം പിന്നൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ സമയം ഉച്ചയ്ക്ക് 2 മണി ഉച്ചയ്ക്ക് 2 മണി മുതൽ ഓക്കെ ഉച്ചയ്ക്ക് 2 മണി മുതലേ കയറാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അകത്ത് കയറില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന പല ആൾക്കാരും അത് ആ സൈഡിൽ ആ കനാലിൻ്റെ ഓവ് ഇവിടെ നിന്ന് ഉറവകയായിട്ട് വരുന്ന വെള്ളവും മഴയിൽ പെയ്യുന്ന വെള്ളവും പുറത്തു പോകാൻ വേണ്ടി ഒഴുകുന്ന ഓവിൽ അതിൻ്റെ തീരത്ത് ഒരുപാട് പേര് സോപ്പുകൾ ഉപയോഗിച്ച് കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കുളിച്ചോ കുളത്തിൽ? ഏത് കുളത്തിലോ നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ സോപ്പോ ഷാമ്പോ കണ്ടീഷണറോ ഇട്ടിട്ട് കുളിച്ചോ? ദയവീതി മത്സ്യങ്ങളും ആമകളും നീർക്കോലി പാമ്പുകളും ഉള്ള കുളങ്ങളിൽ വന്ന് ദയവീത് രാസവസ്തുക്കൾ ചേർന്ന സോപ്പുകൾ ചേർത്ത് കുളിക്കരുത്. നിങ്ങൾ നീന്തി കുളിച്ചോ? നിങ്ങൾക്ക് സോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് കുളിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ കടലപ്പൊടി ഉപയോഗിച്ച് കുളിക്കുക. കടലപ്പൊടി ഉപയോഗിച്ച 2 ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരം സോപ്പിനേക്കാളും ക്ലീൻ ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാക്കി വരുന്ന കടലപ്പൊടി ഇവിടുത്തെ മത്സ്യങ്ങളും മീനുകളും എല്ലാം തിന്ന് അവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ചില ആൾക്കാർ അരിയും നെല്ലും ഇതെല്ലാം അവിലെല്ലാം പോയി മനഃപൂർവ്വം ഇടുന്ന കാണാം. അതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങൾ കടലപ്പൊടി ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കാണാം. നമുക്ക് ഇനിയിപ്പം ഈ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള പൊന്നാനി VKM കളരിയിലെ പത്മനാഭൻ ഗുരുക്കളുടെ ശിഷ്യർ ആണ്. ഇവരെല്ലാം ജസ്റ്റിസ് ഫോർ ഹ്യൂമാനിറ്റി എന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വന്നതാണ്. അഹല്യ ദുബായിലെ ഒരു കളരിയിൽ പേഴ്സണൽ ട്രെയിനറാണ്. ഇവരൊക്കെ പത്മനാഭൻ ഗുരുക്കൾ VKM കളരിയിലെ പത്മനാഭൻ ഗുരുക്കളുടെ ശിഷ്യന്മാരാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സുഗതകുമാരി ടീച്ചർ പറയുന്നത് കാവ് തീണ്ടല്ലേ മക്കളെ നാട് പറ്റുമെന്ന്. കാവ് തീണ്ടലല്ല, ഈ കുളത്തിൽ ചെടികളൊന്നും നശിപ്പിക്കരുത്. നിങ്ങൾക്ക് പറ്റാവുന്നെങ്കിൽ ഇതേപോലെ ഇല്ല ചപ്പ് ചവറുകളും ചപ്പ് കൊടുക്കണ്ട. നിങ്ങൾ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ കളക്ട് ചെയ്ത് അത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ എല്ലായിടത്തും ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർ സന്തോഷത്തോടെ വന്നേ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ചക്കരക്കല്ല് ജനമൈത്രി പോലീസ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലെവിടെയും സ്ത്രീകൾക്ക് ഈ കുളത്തിൽ പ്രവേശനമില്ല എന്ന് പറയുന്നില്ല. ഇപ്പം നമ്മളെ കൂട്ടത്തിലൊരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അത് കണ്ണൂർ ജില്ലയിലെ അതിഥിയായിട്ട് വന്നതാണ്. പൊന്നിയത്തങ്കത്തെല്ലാം പയറ്റി
കളരിയിൽ കഴിവും സിദ്ധിയെല്ലാം തെളിയിച്ച ഒരു പെൺകുട്ടിയാണ് വന്നത്, നമ്മളെല്ലാം അനിയത്തിക്കുട്ടി. ആ കുട്ടി ഇവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ ഒരു ഏച്ചി അമ്മ അത് പറഞ്ഞതിൽ ഏറ്റവും വേദന ഇവിടെ നിന്ന് സ്ത്രീകൾ കുളിക്കാൻ പാടില്ലെന്ന്. ഞാൻ പറഞ്ഞു ജനമേന്ത്യ പോലീസ് അങ്ങനെ എഴുതിയിട്ടില്ല, ഇവിടുത്തെ കാവിലെ കമ്മിറ്റി എഴുതിയിട്ടില്ല, ഇവിടെ നാട്ടുകാർ എഴുതിയില്ല. പിന്നെ ആ അമ്മക്ക് എന്താണ് പ്രശ്നം? ഇതാണ് എൻ്റെ ചോദ്യം. പോതിയോടത്ത് ദേവി, അതായത് ഞാൻ ഉപാസിക്കുന്ന അടുങ്കുടി തറവാട്ടിൽ ഉള്ള ഒരു മൂർത്തി, ഞാൻ പറയുന്നതിൽ ശരിയാണോന്നൊന്നും അറിയില്ല. അടുങ്കുടി തറവാട്ടിൽ ശാസ്തപ്പനുണ്ട്, മുത്തപ്പനുണ്ട്, മണത്തണ പോതിയുണ്ട്, ഇളിയടത്ത് ഭഗതിയുണ്ട്, കാരണവരുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന പോതി, അതായത് നരിക്കോട് പോതിക്കോടിലെ പോതി ദേവിയാണെങ്കിൽ ഇവിടെ ഇനിയും സ്ത്രീകൾ കുളിക്കും. ഏത് കുളത്തിലും ദേവിമാരെ സ്ത്രീകളാണെങ്കിൽ അവിടുന്ന് ഈ കുട്ടിയും കുളിക്കും, എല്ലാ പെൺകുട്ടികളും കുളിക്കും. ഓക്കെ, ശരി, നന്ദി, നമസ്കാരം. ദൈവമ്പത്. നമസ്കാരം. ദൈവമ്പത്. ഈ കഴിഞ്ഞ നരിക്കോട് നിന്ന് നമ്മൾ ഇരുവേരിക്കാവിലെത്തി. ഇരുവേരി പുലിദേവ സന്നിധിയിൽ, കൈലാസം, ഇരുവേരി കൈലാസം എന്നറിയപ്പെടുന്ന സന്നിധിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാ ഈ കാവിൻ്റെ ഓരോ മുക്കിലും മൂലയിലുള്ള സാധനം ഇത്. ഇതാ ഇതാ ഇത് കണ്ടോ? ഇതാ ഇതൊന്നും